ഹായ് ഫ്രണ്ട്സ്. ശ്രീ രാഹുൽ ഗാന്ധി ലോക്സഭ പ്രതിപക്ഷ നേതാവാകുവാൻ പോകുന്നു. ശ്രീമതി സോണിയാഗാന്ധി പേര് നിർദ്ദേശിച്ചിരിക്കുന്നു. അദ്ദേഹം തന്നെയാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. തന്റെ സുദീർഘമായ രാഷ്ട്രീയ ജീവിതത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുന്ന ആദ്യത്തെ ഭരണഘടനാ പദവി എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ പാർട്ടിയിൽ തന്നെ സമ്മർദ്ദം ഉണ്ടായിട്ടും അദ്ദേഹം തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായി അദ്ദേഹം ഏറ്റെടുക്കുന്ന ഭരണഘടനാ പദവി എന്ന വലിയ പ്രത്യേകത ഇതിനുണ്ട്. മലപ്പുറം ബൈ ഇലക്ഷൻ കഴിയുമ്പോഴേക്കും പ്രിയങ്ക ഗാന്ധിയും ലോക്സഭാ മെമ്പറാവും. അതോടുകൂടി കോൺഗ്രസിൽ രണ്ടാം സ്ഥാനം ആർക്കാണ് എന്നുള്ളതിന് ഒരു സംശയവുമില്ല. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയിലെ എല്ലാ അധികാരവും ഗാന്ധി കുടുംബത്തിൽ തന്നെ നിക്ഷിപ്തമായിരിക്കുന്നു എന്നാണ് അർത്ഥം. മുൻപിൽ നിന്ന് വട നയിക്കാൻ രാഹുൽ ഗാന്ധി, മറ്റു അധികാര കേന്ദ്രമായി പ്രിയങ്ക ഗാന്ധി, പിൻപിൽ നിന്ന് തേര് തെളിക്കാൻ സോണിയാഗാന്ധി. അങ്ങനെ ഗാന്ധി കുടുംബം എല്ലാ വിധത്തിലും ഇൻസുലേറ്റഡ് ആക്കപ്പെടുന്നു. എന്തുകൊണ്ടാണ് ശ്രീമതി പ്രിയങ്ക ഗാന്ധി അമേഠിയിലോ അല്ലെങ്കിൽ റായ്ബറേലിയിലോ തന്നെ മത്സരിക്കാതിരുന്നത്? ജയിക്കുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ മലപ്പുറത്താകുമ്പോൾ മുസ്ലിം ലീഗ് കൂടിയുള്ളിടത്തോളം കാലം ജയമുറപ്പ് എന്ന് പറഞ്ഞാൽ പ്രിയങ്ക ഗാന്ധി പരാജയപ്പെടുക എന്ന അവസ്ഥയെപ്പറ്റി കോൺഗ്രസ് പാർട്ടിക്ക് ചിന്തിക്കാനേ കഴിയുകയില്ല. എന്ന് പറഞ്ഞാൽ സംരക്ഷിതരാക്കപ്പെടുന്നു. അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും വലിയ ദൗർബല്യവും. BJP ആരോപിക്കുന്ന കുടുംബവാഴ്ച എന്ന് പറയുന്നത് വെറുതെ അല്ല എന്നുള്ളത് ഇപ്പോൾ ബോധ്യമാവുകയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇക്കാലം അത്രയും സോണിയ ആണെങ്കിലും രാഹുൽ ആണെങ്കിലും ഒക്കെ പിൻസീറ്റ് ഡ്രൈവിംഗ് ആയിരുന്നു. ഇപ്പോൾ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. കോൺഗ്രസിൽ തന്നെ ഒരു ദിശാ വ്യതിയാനത്തിന് ഇത് കാരണമാവുകയാണ്. അത്രയും നല്ലത്. പക്ഷെ പ്രശ്നമെന്ന് പറയുന്നത് ഈ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഒന്നും മറ്റാർക്കും ആ നേതൃസ്ഥാനത്തേക്ക് വരാൻ അവസരം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഖാർഗെ പ്രസിഡന്റാണ്, വെറും പപ്പറ്റ് പ്രസിഡന്റ്, അത്ര തന്നെ. അതുകൊണ്ട് തന്നെയാണ് മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് ആ സ്ഥാനം ഏറ്റെടുക്കാൻ വിസമ്മതിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം അതിന്റെ സ്ഥാനം ഇത്രയൊക്കെ ഉള്ളൂ, അധികാരം ഒരിക്കലും തന്നിലേക്ക് എത്തുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിസമ്മതിച്ചത്. ഒന്നാലോചിച്ച് നോക്കിയേ, കോൺഗ്രസ് പാർട്ടി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഔപചാരികമായ സ്ഥാനാർത്ഥി ശ്രീ അശോക് ഗെഹ്ലോട്ട്. അപ്പോ ശശി തരൂരോ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയാണോ? അറിഞ്ഞുകൂടാ. ഇതൊക്കെയാണ് കോൺഗ്രസിലെ അവസ്ഥ. ഇനിയും പൂർണ്ണമായ ജനാധിപത്യ പാർട്ടി ആവാൻ കോൺഗ്രസിന് എത്ര കാലം മുമ്പോട്ട് പോവേണ്ടിയിരിക്കുന്നു കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. ഏതാണെങ്കിലും ശ്രീ രാഹുൽ ഗാന്ധിക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസിച്ചുകൊള്ളുന്നു.